നമസ്കാരം. മധ്യസ്ഥ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ജോംസ് ഫിലിപ്പ്. പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതിയിൽ മുങ്ങി കുട്ടനാട്. ജനലക്ഷങ്ങൾ പങ്കെടുത്ത അൽഫോൻസ തീർത്ഥാടനം. മഹായോഗത്തിന്റെ ഫോളോ അപ്പ് മീറ്റിംഗ് നെടുങ്കുന്ന ഫൊറോന ദേവാലയത്തിൽ. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ മുങ്ങി കുട്ടനാട്. ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിലായി. കുട്ടനാടിലെ പല വീടുകളിലും വെള്ളത്തിലായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പൊതുഗതാഗതം പോലീസ് നിരോധിച്ചു. മധ്യസ്ഥൻ ടെലിവിഷൻ സംഘം പകർത്തിയ പ്രളയക്കെടുതിയുടെ വീഡിയോ ചിത്രങ്ങളിലേക്ക്. ജനലക്ഷങ്ങൾ പങ്കെടുത്ത അൽഫോൻസ തീർത്ഥാടനം. ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷേലിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിലേക്കുള്ള തീർത്ഥാടനം ഓഗസ്റ്റ് 2 ശനിയാഴ്ച നടത്തപ്പെട്ടു. രാവിലെ 6 മണിക്ക് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിച്ചു. വിവിധ ഇടവകയിൽ നിന്നുള്ള സൺഡേ സ്കൂൾ കുട്ടികളും അൽമായരും തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. കുടമാളൂർ എത്തിച്ചേർന്ന തീർത്ഥാടകർക്ക് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് പെരുന്തോട്ടം കുർബാന മധ്യേ സന്ദേശം നൽകി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെയധികം വെളിച്ചം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മുടെ ഈ ജീവിത ഓട്ടത്തെ വിജയിപ്പിക്കുവാൻ സാധിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അൽഫോൻസാമ്മയുടെ ജനനം താമസിയാതെ തന്നെ ആ അമ്മ മരണമടഞ്ഞത് പേരമ്മയുടെ കൂടെ ജീവിക്കാൻ ഇടയായത് വീണ്ടും വല്യമ്മയുടെ കൂടെ. മഹായോഗത്തിന്റെ ഫോളോ മീറ്റിംഗ് നെടുങ്കുന്നം ഫൊറോന ദേവാലയത്തിൽ. നെടുങ്കുന്നം ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടന്ന മഹായോഗത്തിന്റെ ഫോളോ മീറ്റിംഗിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സന്ദേശം നൽകി. മഹായോഗത്തിന്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എപ്രകാരമാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് യോഗം ചർച്ച ചെയ്തു. വൈദികർ, സന്യസ്തർ, അൽമായ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അതിരൂപതയും ഇടവകയും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിയൊരു ലിങ്കാണ് ഈ ഫൊറോന സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു ഡീസെൻട്രലൈസേഷനാണ്. കാരണം രൂപതയിൽ നേരിട്ട് ഓരോ ഇല്ല നേരിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഫൊറോന സംവിധാനം രൂപീകരിച്ചിരിക്കുക. അത് ഫൊറോനയിൽ ഇടവകയിലേക്ക് എത്തിയിരിക്കണം. അങ്ങനെ അതിനുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തന ശൈലി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വാഴപ്പള്ളി ഗെത്സമനി കപ്പൂച്ചിൻ ആശ്രമ ദേവാലയം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സന്ദർശിച്ചു. വാഴപ്പള്ളി ഗെത്സമനി കപ്പൂച്ചിൻ ആശ്രമ ദേവാലയം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സന്ദർശിച്ചു. ദിവ്യബലി മധ്യേ ആർച്ച് ബിഷപ്പ് സന്ദേശം നൽകി. മുഴുവൻ മിശിഹായെ കേന്ദ്രീകരിച്ചാണ്. സൃഷ്ടി മുതൽ ലോകാവസാനം വരെ ഇതെല്ലാം മിശിഹായെ കേന്ദ്രീകരിച്ചാണ്. പഴയ കാലത്തിൽ മിശിഹ ഇതുപോലെ തന്നെ മിശിഹായെ കേന്ദ്രീകരിച്ചാണെങ്കിൽ മിശിഹ പ്രത്യക്ഷപ്പെടുന്നില്ല. പക്ഷേ പലരെയും മിശിഹായിലേക്കാണ് പലരെയും മുഴുവൻ വിരൽ കൂട്ടുക. മിശിഹ എന്ന ആ രക്ഷകനിലേക്ക്, രക്ഷകനെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. അതിന്റെ കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ മിശിഹ ദൃശ്യനായി. അങ്ങനെ മിശിഹായുടെ ജീവിതവും അവിടുത്തെ വിടാസകന മരണോത്ഥാനം അതിലൂടെ മിശിഹ രഹസ്യം വാസ്തവത്തിൽ വെളിപ്പെടുത്തപ്പെടുകയായി. രക്ഷകനായ മിശിഹായുടെ കാര്യം. ഇനി മിശിഹായ അവിടെയും മിശിഹ പൂർണ്ണനായ മുതൽ മനുഷ്യരൂപത്തിലാണ് മിശിഹായുടെ ലോകത്തിലായിരുന്നു. അതുകൊണ്ട് മിശിഹായുടെ യഥാർത്ഥ രൂപം, ആ ദൈവത്വത്തിലുള്ള പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരും എന്ന നിലയിലുള്ള യഥാർത്ഥ രൂപം നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ശിഷ്യന്മാർക്ക് ഒരു പ്രാവശ്യം അപ്പോൾ ദൃഢരാട്ടമുണ്ടായി. അതിന്റെ ഒരു അനുഭവം
അതാണ് താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ അനുഭവം. മിശിഹായുടെ ദൈവത്വത്തിൽ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ പക്ഷേ അതവർക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവർക്കൊരു ശക്തിയില്ല. അവരെ താഴെ വീണു പോവുകയാണ്. അപ്പോൾ മിശിഹായുടെ ആ പരിരൂപം, ആ ദൈവത്വത്തിന്റെ മഹത്വത്തിലുള്ള പരിരൂപം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ഇതോടുകൂടി ഇന്നത്തെ മധ്യസ്ഥ ന്യൂസ് ടൈം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.